ഗുഡ് മോർണിംഗ്. നമ്മളിവിടെ ജർമ്മനിയിൽ തിരിച്ചെത്തി. സോ ഇപ്പൊ ജർമ്മനിയിൽ എത്തിയിട്ട് 2 ദിവസമായി. ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി, കുറെ ഷോപ്പിംഗ് പോയി. ഇതൊക്കെയായിരുന്നു പരിപാടികൾ. ഇന്ന് 31 ഡിസംബർ. നമ്മളിവിടെ ന്യൂ ഇയർ സർവീസിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ ഇറങ്ങി, ബിക്കോസ് നമ്മുടെ ന്യൂ ഇയർ സർവീസ് സീഗലിലാണ്. ന്യൂറംബർഗ് ഫസ്റ്റ് പോകും. എൻ്റെ അവിടെ നിന്ന് ഒരു ബസ് സർവീസ് ഉണ്ട്. സോ അവിടെ നിന്ന് നമ്മൾ നേരെ സീഗലിലേക്ക് വെച്ചോണ്ടിരിക്കും. രാവിലെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. സോ വി ബോട്ട് എ സാൻഡ്വിച്ച് വിത്ത് കോഫി. സോ ഞങ്ങൾ കൃത്യം ടൈമിൽ തന്നെ ന്യൂറംബർഗിൽ എത്തിക്കഴിഞ്ഞു. സോ ബസ് കൃത്യം 1-ന് തന്നെ എത്തി. നൗ കുഞ്ഞാവ് ഈസ് ഓൾ സെറ്റ് വിത്ത് സീറ്റ് ബെൽറ്റ്. എല്ലാവരും പ്ലാൻ ടൈമിൽ തന്നെ ബസ്സിൽ എത്തിക്കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഫസ്റ്റ് തന്നെ ഫ്രാങ്ക്ഫർട്ട് നിന്ന് സീഗനിലേക്ക് യാത്ര തിരിക്കും. ഇപ്പൊ ഇവിടെ ഉച്ചയ്ക്ക് 1 മണിയായിട്ടോ. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും വൈകുന്നേരം ഒരു 6:30 ഒക്കെ ആവും. സീഗനിലുള്ള ചർച്ചാണ് കേട്ടോ. ഫസ്റ്റ് എവർ ചർച്ച് ബോട്ട് ബൈ ഇന്ത്യൻസ്. സോ വണ്ടർഫുൾ ടു സീ ഗോഡ്സ് ബ്ലെസ്സിങ് ഇൻ ജർമ്മനി. This trip was full of energy. പാട്ട് പാടിയും different game ഒക്കെ കളിച്ചു. We enjoyed a lot. സീഗനിലേക്ക് മ്യൂണിക്കിൽ നിന്നൊരു 5 years കാർ ഡ്രൈവ് ആണ് കേട്ടോ ഉള്ളത്. ബട്ട് വി ചോസ് ബസ് ബിക്കോസ് എല്ലാവരുടെയും കൂടെ ട്രാവൽ ചെയ്ത് ഈ രസം കാറിൽ കിട്ടില്ലല്ലോ. ബസ് സൂപ്പർ ഓളമായിരുന്നു. സോ എല്ലാ ഏജുകാരും ഒരുപോലെ എൻജോയ് ചെയ്തു. യു ക്യാൻ സീ ഇസക്കുട്ടൻ ഹൗ happy she is. It was such a great way to connect with your people and same time lift your God's name high. ഇന്ന് ചർച്ചിൽ ഒരു കുട്ടിയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു കേട്ടോ. It was such a blessing. She is a blessing for the church. She sings well, she dances. She is a blessing for our church. Happy birthday, Christina. സോ ഇന്നത്തെ സർവീസസ് ഈവനിങ് 7 o'clock-നാണ് തുടങ്ങിയത്. അൺടിൽ ഓൾമോസ്റ്റ് 1:30 to 2 o'clock midnight. ഇപ്പൊ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ കൊള്ളാം. നമ്മൾ എന്തിനു പോകുന്നു? ആർക്ക് പോകുന്നു? പറയൂ, എന്തിനാണ് നമ്മൾ പോകുന്നത്? അപ്പൊ ആരൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അവിടെ? എല്ലാരും. അച്ഛാ ഇപ്പൊ ഇങ്ങനെ തുടങ്ങിയതേ ഉള്ളൂ. നമുക്ക് എന്ത് സംഭവിക്കാന്ന് പറയുന്ന അവസ്ഥയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാണ്? അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷേ എന്ത് സംഭവിക്കാം? അപ്പം എന്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നമ്മൾ നല്ലത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. നല്ലത് മാത്രം. ഓക്കെ, കൊള്ളാം. സെക്രട്ടറി എന്താ പറയാനുള്ളത്? അല്ല, പറഞ്ഞാട്ടെ, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? താങ്കൾ ഇപ്പോഴെവിടെയാണ്? ഇപ്പൊ എങ്ങോട്ടാണ് യാത്ര? സീഗലിലോട്ടാ. എന്താണ് അവിടുത്തെ പരിപാടി? അപ്പം ന്യൂ ഇയർ മീറ്റിംഗ് എല്ലാവരും എന്തിനാ പോകുന്നത്? ഒറ്റയ്ക്ക് പോയിക്കൂടായിരുന്നോ? അപ്പം ഒരു മനസ്സോടെ പോകുക. അപ്പൊ one in Christ. പറഞ്ഞോട്ടെ, സെക്രട്ടറി പറഞ്ഞോട്ടെ. പറഞ്ഞോ, നീ പറയുന്നത് നമുക്ക് ഉറക്കെ പറ മോനെ. അതെ, ധൈര്യമായിട്ട് പറഞ്ഞു. ആരും പേടിക്കണ്ട. പറഞ്ഞോ, എന്താ അറിയേണ്ടതോ? അവിടെ പോയി കഴിഞ്ഞ് എന്താ അടുത്ത പരിപാടി? ഫുൾ വൈൻ. നിങ്ങൾക്ക് ഫുൾ വൈനോ? എന്തുവാടാ? അപ്പം വൈനാണോ ഉദ്ദേശിച്ചത്? വൈബാണോ ഉദ്ദേശിച്ചത്? വൈബ്. അത് തന്നെ. യാത്രയിലാണ് നമ്മള്. അത് തന്നെ. അപ്പോൾ താങ്കൾ പറഞ്ഞിട്ട് ഈ മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? നമ്മളെ കെസി കുട്ടി പറഞ്ഞിട്ട് എന്താണ് അടുത്തത്? എന്താണ് പറയാനുള്ളത്? എന്ത് സംഭവിക്കാം? പക്ഷെ എവിടെയാണ് ഇത് സംഭവിക്കുന്നത്? ബസ്സിലാണോ അല്ലെ ചർച്ചിലാണോ? എവിടെ സംഭവിക്കാം? അവിടെ വെച്ചോ? പുതിയ സംഭവമാണ്. അപ്പം തുടക്കമാണ്. ഇതൊരു തുടക്കം മാത്രം.
അപ്പം താങ്കൾക്ക് എന്താ പറയാനുള്ളത്? വെറും തുറത്തോണോ? ഇത്രേ ഉള്ളൂ പറയാൻ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്നെ കൊണ്ട് പറയിക്കില്ലേ? അതല്ലേ പറഞ്ഞേ, ഇനി എന്നെ കൊണ്ട് പറയിക്കില്ലേ? ഇത് BIPCയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു മഹാസംഭവമാണിത്. അപ്പൊ ജർമ്മനിയിൽ ആദ്യമായിട്ടാണ്? അത് ജർമ്മനിയിൽ ഇത് വളരെ ആദ്യമായിട്ടാണ്. ജർമ്മനി ഉണ്ടായതിനു ശേഷം ആദ്യമായിട്ടാണ്. അപ്പം നമ്മളെ ഇനി കൂടുതൽ പ്രതീക്ഷിക്കുമ്പോൾ ആത്മീയമായിട്ടാണ് നമ്മൾ വളരാൻ പോകുന്നത്, അല്ലെ ഭൗതികമായിട്ടാണ്? ആത്മീയമായിട്ടുള്ള വളർച്ച ഇനിയും കൂട്ടണം. ഇനി കൂട്ടണം. കൂടുന്നുണ്ടോ? കൂടുന്നുണ്ട്. അപ്പൊ കൂടുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കൂടുന്നത്? എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മൾ ആത്മീയമായിട്ട് വളരുന്നുണ്ടോ ഇല്ലയോ? ആത്മീയമായിട്ട് നമ്മൾ വളരുന്ന കാണുന്നില്ലയോ? കാണുന്നുണ്ട്. യുവാക്കള് ന്യൂ ഇയർ പാർട്ടിക്ക് പോവാതെ ആരാധനയ്ക്ക് അതും ഐക്യതയോടെ ഒരു മനസ്സോടെ. അതെ, സീറ്റ് ഇല്ലാതെ സീറ്റിൽ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നമ്മുടെ അവിടെ എന്ത് പറയാണ്ട്? ആണോ? ഷിഫ്റ്റ് കഴിഞ്ഞിരിക്കുവാണോ? അപ്പോൾ ചർച്ചിൽ പോകുമ്പോൾ ആദ്യമായിട്ട് കഴിക്കണമെങ്കിൽ എന്ത് വേണം? വാ മാത്രം പോരാ, ഹൃദയം കൂടെ വേണം. ഓക്കെ, അതെ. അപ്പം എല്ലാം പറഞ്ഞ പോലെ അവിടെ പറഞ്ഞോട്ടെ, ആശ പറഞ്ഞോട്ടെ. പക്ഷെ എല്ലാരും പറഞ്ഞ കേട്ടില്ല. അപ്പൊ പറയൂ, ബാക്കി പറയൂ. പറയൂ ആശ പറയൂ, എന്താണ്? വളരണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ വളരണം. പക്ഷെ വളരണമെങ്കിൽ എന്തുമാത്രം വളരണം? അങ്ങനെ ചോദിച്ചില്ല, ക്രിസ്തുവിനോളം വളരണം തോന്നുന്നു. ഈ ടീമിനെ പറ്റി പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്, ഒരു വൈബാണ്. ഞങ്ങൾ 7 o'clock ഒക്കെ ആയപ്പോഴേക്കും സീഗനിലെത്തി. ഇപ്പം തന്നെ ഇവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഡിന്നറൊക്കെ കഴിച്ച് ദെൻ ന്യൂ ഇയർ സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടമുള്ള, ഏറ്റവും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു വാക്യം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ദി ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻസ് മീ. അതായത് നമ്മുടെ കോൺഫിഡൻസ്, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് വിത്തൗട്ട് എനി ലിമിറ്റേഷൻ, ടു ബിലീവ് ദാറ്റ് ജീസസ് വിൽ ഏബിൾ ടു പ്രൊവൈഡ് അസ്, ജീസസ് വിൽ സ്ട്രെങ്തൻ മീ. അതെന്ത് പവർഫുൾ ആയിട്ടുള്ള മെസ്സേജ് ആണല്ലേ. എവ്രിബഡി ഹു ഈസ് വാച്ചിങ് ദിസ് വീഡിയോ, എ ഗ്രേറ്റ് 2026, and believe that you will able to do everything without any limits. If you keep your trust in God, പ്രചരണമാണ് കുരുങ്ങത്തില്ല. അവിടെ മീറ്റിംഗ് നടന്നോണ്ടിരിക്കുക. അടുത്ത വർഷം സോ സർവീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 4 മണിക്കാണ് സീഗനിൽ നിന്ന് തിരിച്ച് ന്യൂറംബർഗിലേക്ക് പുറപ്പെട്ടത്. ഞങ്ങളിവിടെ ഒരു 9:30 ആയപ്പോഴേക്കും എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കാറെടുത്ത് മ്യൂണിക്കിലേക്ക് പോകണം. ഞാൻ ബസ്സിൽ നന്നായി ഉറങ്ങി. ഞാൻ മാത്രമല്ല, കുഞ്ഞാവയും ജർജാനും നന്നായിട്ട് ഉറങ്ങി. സോ വി ആർ നോട്ട് ദാറ്റ് ടയേർഡ്. സോ ഞങ്ങൾ ഇപ്പം തന്നെ കാറെടുത്ത് ഇനി വീട്ടിലേക്ക് പോയി സ്ലീപ്പിംഗ് പ്രോബബ്ലി. ഹോപ്പ് നിങ്ങൾ ഈ വീഡിയോ നന്നായി എൻജോയ് ചെയ്തെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ഇങ്ങനെ രസകരമായ ഞങ്ങളുടെ ലൈഫിലെ നിമിഷങ്ങൾ കൊണ്ട് ഇനിയും കാണാം. സീ യു, ബൈ.